എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് തെറ്റുകുറ്റങ്ങളും കുറവും കാണുമായിരിക്കാം. ഇന്ന് മുതൽ ഞാൻ എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്ലോഗ് പോലെ ചെയ്ത് എൻ്റെ ചാനലിൽ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ കാണണം. ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും കാണുക. ഓക്കെ. എന്നാന്നറിയോ, ഞാൻ കുറെ കാലമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു നമ്മൾ ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു വ്ലോഗ് പോലെ ചെയ്യണം, ഒരു ചാനൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിനകത്ത് ഒരു വ്ലോഗ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാൻ ഇത് തുടക്കത്തിൽ ചുമ്മാ പറയുന്നതേ ഉള്ളൂ. ഞാൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് മോഹൻചേട്ടൻ്റെ അടുത്തോട്ട് പോകുന്ന ഭാഗമാണ് കേട്ടോ. അപ്പം ഞാൻ ചെന്ന് കുറെ ആൾക്കാരുമായിട്ട് അഭിപ്രായമൊക്കെ ചോദിച്ചപ്പം എല്ലാവരും എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് എനിക്ക് തന്നത്, പോസിറ്റീവായിട്ട്. അപ്പൊ ആദ്യമായിട്ട് ഇന്നത്തെ കച്ചവടത്തിന്റെ കാര്യം പറയാൻ ഞാൻ ആദ്യം പോയത് നമ്മുടെ എൻ്റെ ഭാര്യയൊക്കെ പണിയുന്ന ഇവിടുത്തെ സുരേഷ് ചേട്ടൻ്റെ ഒക്കെ അമ്മയുടെ അടുത്താണ്. അവിടെ ചെന്നു എനിക്കുള്ള സ്കടും കാപ്പിയൊക്കെ ഇട്ട് തന്നു കേട്ടോ. ഞാനത് കുടിച്ച് അപ്പൊ എന്നോട് ചോദിച്ചു ഇത് എന്നാ പരിപാടി എന്ന്. ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ഒരു വ്ലോഗ് എടുക്കുകയാണ്. അപ്പൊ ആ എന്നോട് ചോദിച്ചത് ചാനലിൽ വരുമോ, നിങ്ങൾ എങ്ങനെ കാണുന്നത്? ചാനലിലൊക്കെ വരും, വരുമ്പോൾ ഞാൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് കടലാപ്പയൊക്കെ കുടിച്ചിട്ട് ഞാൻ പതിയെ ഇങ്ങനെ ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതൊരാഗ്രഹം, ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങി. മറ്റൊന്നുമില്ല, വരുമാനം ഞാൻ എൻ്റെ കച്ചവടത്തിൽ കൂടെ കണ്ടെത്തും. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ 10 പേരിലേക്ക് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട 10 പേരിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ഇന്ന് രാവിലെ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതാണ് കേട്ടോ. വീഡിയോസ് ഒന്നും അത്ര ക്ലിയർ ഒന്നും അല്ലെന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. നമുക്ക് ഇതിനെക്കുറിച്ച് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒന്നും നമുക്കത്ര വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വെച്ചാണ് ഞാൻ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ചുള്ള ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. വണ്ടിയിൽ ഞാനൊരു സാധനം മേടിച്ചു വെച്ചിട്ട്, വീഡിയോ എടുക്കാനുള്ള സാധനമൊക്കെ മേടിച്ചു വെച്ചിട്ട് അത് വെച്ചാണ് ഞാൻ ഈ സാധനമൊക്കെ എടുക്കുന്നത്. അപ്പൊ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനൊരു കച്ചവടം തുടങ്ങി എല്ലാ മേഖലയിലുള്ള ആൾക്കാർ ഇതുപോലെ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ കച്ചവടക്കാർക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നൊരു ഒരു വ്ലോഗ് ചെയ്താൽ എന്താ കുഴപ്പമെന്നുള്ളൊരു, ചെയ്താൽ എന്നാ കുഴപ്പം, എന്നാ പിന്നെ അങ്ങനെ ചെയ്തേക്കാന്ന് വെച്ചാൽ അങ്ങനെ 10 പേരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ചെയ്യടാ, നീ തകർക്കടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ തുടങ്ങി. ഇപ്പം 570 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അപ്പം അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇനി വ്ലോഗും കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ ചുമ്മാ കുറെ വാർത്തകളും അതൊക്കെയാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ എനിക്കൊരു ആഗ്രഹം വന്നു, ഒരു വ്ലോഗായിട്ട് ചെയ്താൽ കൊള്ളാമെന്ന്. അപ്പം ഞാനിപ്പോ മോഹൻചേട്ടൻ്റെ വീട്ടിൽ ഇറങ്ങിപ്പോകുന്ന ഭാഗമായി കാണുന്നത് കേട്ടോ. വീഡിയോ അത്ര കറക്റ്റ് അല്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ക്യാമറ വെച്ചത് അത്ര ക്ലിയർ ആയിട്ടില്ലെന്ന് തോന്നുന്നു. മോഹൻചേട്ടൻ അതേ പാവം കുറെ ബുക്സും കുറെ സാധനമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചെന്നു, വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേട്ടനാണ് കേട്ടോ മോഹൻചേട്ടൻ. അതുകൊണ്ട് എല്ലാവരും, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചെറിയ രീതിയിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ 10 ആൾക്കാരിലും എത്തിക്കണ്ടേ. എല്ലാ ആൾക്കാരും വ്ലോഗും അതും ഇതുമൊക്കെ ആയിട്ട് ചെയ്യുമ്പം നമുക്ക് എന്നാ ചെയ്താൽ എന്നാ കുഴപ്പമിരിക്കുന്നത്. അങ്ങനെ അങ്ങ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഈ സാധനമൊക്കെ എടുത്തോണ്ട് വരുന്ന ഭാഗമാണ് കേട്ടോ. ചാക്കിനകത്ത് പുള്ളി ചാക്കിനകത്തെല്ലാം റെഡിയാക്കി വെച്ചു. വണ്ടിയുടെ പുറകില്ല ത്രാസും തൂക്കം കാര്യങ്ങളൊക്കെ പുറകില്ല. ഇത് ക്യാമറ, അതിനുള്ള സംവിധാനം നമുക്ക് ക്യാമറയിൽ ഇല്ലാത്തത് കൊണ്ട് അത് വെച്ചുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അടുത്തത് മോഹൻചാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തത് നമ്മൾ പോകുന്ന അടുത്ത വേറെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് പുള്ളി പറഞ്ഞത് ക്യാമറ വെച്ചുള്ള പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിയുടെ ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ അന്യാർകുളമാണ് കേട്ടോ. അന്യാർകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ
എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അന്യാർത്തുള്ളൂ. ഞാൻ എൻ്റെ സ്വന്തം നാട് കുളിമുലയാണെന്ന് പറഞ്ഞാൽ അന്യാർത്തുള്ളൂ എന്നാണ് എനിക്കൊരു അഡ്രസ്സ് ഉണ്ടായത് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടീവാണ്. എല്ലാവരും എന്നെ സഹായിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് അന്യാർത്തുള്ളിലെ എല്ലാ ആൾക്കാർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ തുടങ്ങാനായിട്ട് ഞാൻ അന്യാർത്തുള്ളിലുള്ള കുറേ നമ്മുടെ സുഹൃത്തുക്കളായ ആൾക്കാരും പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷ് സാറിനോടൊക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം നമുക്ക് ചാനലിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് പോലും നമുക്ക് സംസാരിക്കാൻ മനസ്സ് കാണിച്ച പ്രൊമോഷന് വേണ്ടി പോലും ഒരു വീഡിയോ പോലെ ചെയ്തു തരാൻ പോലും മനസ്സ് കാണിച്ച ഒരാളാണ് കേട്ടോ നമ്മുടെ സന്തോഷ് സാറും. പിന്നെ അങ്ങനെ പോകത്തുള്ള എല്ലാ ആൾക്കാരും നമ്മൾ വിലാസം അങ്ങനെ എല്ലാവരും. അതുകൊണ്ട് പിന്നെ നമ്മുടെ വിജയൻ ചേട്ടന്, ശ്രീ ചേട്ടന്, നാസർ, നാസറിനെ അങ്ങനെ നമ്മൾ ചെന്ന് ചോദിച്ച എല്ലാവരും തന്നെ നമുക്ക് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. എല്ലാവരും നമുക്ക് നമ്മളൊരു അഗ്രികൾച്ചറക്കാരനായി എനിക്ക് വേറെ ഒരു പണിയൊന്നുമില്ല ആ രീതിയിലൊന്നും ആരും സംസാരിച്ചില്ല കേട്ടോ. ഇത് അന്യാർത്തുള്ളൂ സിറ്റിയാണ്. ഇതാണ് ഞങ്ങളുടെ സിറ്റി, അന്യാർത്തുള്ളൂ സിറ്റി. ഇവിടെ നിന്നാണ് നമ്മുടെ തുടക്കമൊക്കെ കേട്ടോ. ഇവിടെ ചെറിയൊരു വീട്ടിൽ വന്ന് താമസിക്കുകയൊക്കെ ചെയ്ത എന്നും പറഞ്ഞ് ഞാനിപ്പോൾ വലിയ പൈസക്കാരനൊന്നും ആയില്ല. എന്നാലും നമ്മുടെ ഒരു ഞാൻ എന്ന അഡ്രസ്സ് ഉണ്ടാകുന്ന ഇവിടുന്ന് കേട്ടോ. ഇതാണ് നമ്മുടെ സ്വന്തം അന്യാർത്തുള്ളൂ. അവിടെ നമ്മുടെ സോമൻചാറിന്റെ വണ്ടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നു. സോമൻചാറിന്റെ വണ്ടി ഈയിടെയായിട്ട് പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ് കേട്ടോ. ഇലക്ട്രിക് വണ്ടി. സോമൻചാറിനെ എബിച്ചന്, സുരിച്ചേട്ടന്, 100 കാട്ടാമലയില് എല്ലാവരും നിൽപ്പുണ്ട് അവിടെ. ഇവരാരും അറിയുന്നില്ല ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം കേട്ടോ. ഇത് BTR ഭാഗമാണ്. BTR അല്ല, അയ്യോ സോറി, പുളിയമലയിൽ എത്തി കേട്ടോ. പുളിയമല സിറ്റിക്ക് തൊട്ടിപ്പുറത്തെത്തി. അടുത്ത സ്ഥലത്തോട്ടുള്ള പോക്കാണ്. അടുത്ത ആക്രി വെക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് അടുത്ത ആളുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സിറ്റി പുളിയമ്പല. കാണുന്നതാണ് ഞങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള പോസ്റ്റ് ഓഫീസ് കേട്ടോ. പോസ്റ്റ് ഓഫീസ് കെട്ടിടം മാത്രമേ ഉള്ളൂ പുളിയമ്പല ശരിക്കും പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ഒരു കെട്ടിടമായിട്ട് പുളിയമ്പലമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് കണ്ടതാണ് നമ്മുടെ കാശിയണ്ണൻ്റെ കട കേട്ടോ. നല്ല വെടിക്കെട്ട് ചായയും കടിയൊക്കെ കിട്ടും കാശിയണ്ണൻ്റെ കട. ഇത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡാണ്. ഐശ്വര്യ വിനോദേട്ടൻ്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡ് ഓട്ടോ സ്റ്റാൻഡ്, അപ്പുറത്ത് പിക്കപ്പ് സ്റ്റാൻഡ്. ഇതാണ് ഹോട്ടൽ സ്കൈലാർക്ക്. 1960 കാലഘട്ടം തൊട്ടുള്ള ഞങ്ങൾ പുളിയമലയിലെ ഹോട്ടലാണ് കേട്ടോ. പുളിയമല എന്ന് പറഞ്ഞാൽ പണ്ട് ലോക ഭൂപടത്തിൽ തന്നെ പേരുണ്ടായിരുന്ന ഒരു ഹോട്ടലാണ് ഈ സ്കൈലാർക്ക് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേൽവശത്താണ് കേട്ടോ. ജീപ്പ് പിക്കപ്പ് കിടക്കുന്നതിന് മേലിലാണ് ഫോറസ്റ്റ് ഓഫീസ്. ഇത് നമ്മുടെ ഈ മേഖലയിൽ ആപ്പാടെയുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാഞ്ചേരിലാണ് നടക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ഞാൻ അടുത്ത ആക്രി എടുക്കാനായിട്ട് എത്തിയ സ്ഥലം. ഇവിടുത്തെ നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി പറഞ്ഞു വീഡിയോ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഒന്നും കാണിച്ചില്ല കേട്ടോ. കുറേ സാധനങ്ങൾ അവിടെ നിന്നും എനിക്ക് കിട്ടി. ഇവിടെ ചെന്നപ്പോൾ വേണ്ട ആ വണ്ടി വരുന്നത് അത് അളവും ഒരു രക്ഷയില്ല. ഒരു 50 വണ്ടി വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടക്കാരൻ പുറകെ കൂടെ കയറി പോകുന്നു. എന്തൊരു കഷ്ടമായിട്ട് വെച്ചാൽ ഞാൻ ഇപ്പുറത്തോട്ട് വല്ലതും തിരിച്ചിട്ടുണ്ട് ഇപ്പം അയാൾക്ക് തിരിച്ചാൽ ആ ഓട്ടോ നമ്മുടെ അനിൽ മേശ്ശേരിയാണ് പോകുന്നത് കേട്ടോ. BTRലെ അറിയാവുന്നവർക്ക് അറിയാം അനിൽ മേശ്ശേരി. പിന്നെ ഞാൻ വണ്ടിയിട്ട് തിരിക്കാൻ പോവുകയാണേ. തിരിച്ച് വണ്ടി ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച വീട്. ഇതും ഇവിടെ ഉള്ള ആൾക്കാർക്കറിയാം ധാരണ വീടാന്ന്. പക്ഷെ പുള്ളി പറഞ്ഞ് വീഡിയോ എടുക്കരുത് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്തു, വണ്ടി ഒതുക്കി നിർത്തി. പിന്നെ വണ്ടി ഇറക്കി നിർത്തിയിട്ട് ബാക്കി സാധനങ്ങളെല്ലാം പുള്ളി എല്ലാം എടുത്തു വെളിയിൽ എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതെല്ലാം പിന്നെ കസേരയും കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നറിയും ഒരു കമ്പിയൊക്കെ എടുത്തിട്ട് 4 അടി ഒരു കസേര അടിച്ച് പൊട്ടിച്ച് പീസാക്കി കയറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ. അടിച്ച് പൊട്ടിച്ച് കയറ്റിയാലേ വണ്ടിക്കകത്ത് ലോഡാകത്തുള്ളൂ. അതാണ് അതിനകത്തൊരു കാര്യം. ബാക്കിയൊന്നും ആളെ കാണിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യുന്നത് ശരിയല്ലോ. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും. പ്ലാസ്റ്റിക്കിനൊക്കെ ഭയങ്കര വില കുറഞ്ഞിരിക്കും കേട്ടോ. മൊത്തത്തിൽ വില കുറഞ്ഞ കുളമായിട്ട് നിൽക്കുകയാണ് പ്ലാസ്റ്റിക് സാധനങ്ങളും എല്ലാം. ഇരുമ്പിനും വില കുറഞ്ഞു, ഒരു രക്ഷയില്ല. ഇരുമ്പിൻ്റെ എല്ലാം വില കുറഞ്ഞ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. പിന്നെ ജീവിക്കണ്ടേ, അതിന് വേണ്ടിയാണ് ഈ കിടന്ന കഷ്ടപ്പാടെല്ലാം പെടുന്നത്. ഇന്നത്തെ എൻ്റെ കച്ചവടത്തിൻ്റെ സാധനങ്ങൾ ഇതാണ് കേട്ടോ. ഇത്രയും സാധനം എനിക്ക് ഇന്നത്തെ കച്ചവടത്തിൽ കിട്ടിയിട്ടുണ്ട്.
ഇന്നത്തെ ഇനിയും ഇതിലും നല്ല രീതിയിൽ വ്ളോഗ് നല്ലപോലെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയും ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം.